ഇത് കഞ്ചാവാണെന്നും ഇത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട് സർക്കാർ നിരോധിച്ചിരിക്കുവാണെന്നും അറിയാമോ? അതും അറിയാം. അത് എന്ന് നിരോധിച്ച്, ആര് നിരോധിച്ച്, കേരളത്തിലെപ്പം നിരോധിച്ചെന്നെല്ലാം അറിയാം. ഇവനാള് കൊള്ളാലോ. ഇത് ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാം. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? ഒരു പഞ്ചായത്തിൽ 1000 പേരുണ്ടെങ്കിൽ അതിലൊരു 10 പേരെ കഞ്ചാവ് അടിക്കുന്നുള്ളൂ. പക്ഷെ ഈ 1900 പേരും മദ്യം അടിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ. പക്ഷെ പിടിക്കുമ്പോൾ ജനങ്ങൾ പറയുന്ന ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ചോദിക്കട്ടെ, MDMA ഉണ്ട്, പ്രതലീനുണ്ട്, മോർഫിനുണ്ട്, അതുപോലെ തന്നെ LSD ഉണ്ട്. അതിനൊക്കെ കാശ് വേണം. ഇതൊക്കെ ഒരുപാട് കാശ് ചെലവുള്ള പരിപാടിയാണ്. കാരണം എന്റെ കയ്യിൽ കാശില്ല. പിന്നെ എന്താ ഉണ്ട്? സാറിന്റെ ഇരിക്കുന്ന 2000 രൂപയില്ലേ, ഈ 2000 രൂപയുടെ ഡബിൾ വേണം MDMA മേടിക്കാൻ. ചെറുതായിട്ട് ഞാൻ പറഞ്ഞു, ഈ 2000 രൂപ നീ ഇത് വിറ്റിട്ട് കിട്ടിയ കാശല്ല. പക്ഷെ ഈ 2000 ഡബിൾ വേണം MDMA മേടിക്കാൻ. അപ്പൊ ആരും പോവും. ഞാൻ പോകത്തില്ല ഒരിക്കലും. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ.